എന്തിനാ സങ്കടപ്പെടണേന്ന് പോലും അറിയാതെ സങ്കടം വന്നിട്ടുണ്ട്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ഗേൾസ് ക്യാൻ റിലേറ്റ് ടു ദിസ്. എനിക്ക് പീരീഡ്സ് ആവുന്ന ആ ഒരു 2 ദിവസമാണ് ഒരു ഹെല്ലായിരിക്കും എനിക്ക് ഫീൽ ചെയ്യും. ഭയങ്കര മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എൻ്റെ ഒരു 16-17 വയസ്സ് വരെയും എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. ഒരു 18 വയസ്സ് വരെ എനിക്കിങ്ങനെ വന്നിട്ടില്ല. ഒരു 19 വയസ്സിലോട്ട് കയറിയപ്പോൾ മുതലാണ് എനിക്ക് മൂഡ് സ്വിങ്സ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഇങ്ങനെ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാതെ എനിക്ക് ഭയങ്കര വിഷമം വരിക, ഭയങ്കരമായിട്ടൊന്ന് കരയാൻ തോന്നുക. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ കാര്യമുള്ളത് കരയണം മോശമല്ലേ, അങ്ങനെ കരയാണ്ടൊക്കെ ഇരുന്ന് ഞാനിങ്ങനെ അടക്കി പിടിച്ച് വെക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ റൂമിലൊക്കെ ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിരിക്കും ശ്രമിക്കണം. അപ്പോൾ എൻ്റെ ഉള്ളിൽ കമ്പാരിസൺ തുടങ്ങും. അവർ ഹാപ്പി ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ എന്താ ഹാപ്പി ആവാത്ത, അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നത്, ദേ ആർ ഗോയിങ് ഗുഡ്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ കമ്പാരിസൺസ് കൂടി അങ്ങ് മൂഡ് സ്വിങ്സിന് അങ്ങ് അറ്റം വരെ എത്തുന്ന സ്റ്റേജ് വരെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിതൊന്ന് പഠിച്ചത്, ദ ലെസൺ ഐ ലേൺഡ് വാസ് ഇറ്റ്സ് ഓക്കെ ടു നോട്ട് ടു ബി ഓക്കെ. കാരണം നമ്മൾ ഈ കരയാണ്ട് പിടിച്ചു വെച്ചതുകൊണ്ടായിരിക്കാം ഇത്രയും കമ്പാരിസൺ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഓക്കെ അല്ലാതിരിക്കുന്നതും ഒരു ഓക്കെ ആണ്. കാരണം എപ്പോഴും നമുക്ക് ഓക്കെ ആയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് എക്സ്പ്രസ് ചെയ്യുക ഫീലിങ്സ്. അതിപ്പോൾ കരയാണെങ്കിൽ നമ്മൾ കരയുക, ചിരിക്കാൻ തോന്നി അങ്ങ് ചിരിക്കുക. മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഫീലിങ്സിന് സപ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കൂടെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് എപ്പോൾ ഷെയർ ചെയ്യാൻ വന്നു. അത്രയേ ഉള്ളൂ. ശരി കേട്ടോ.